എല്ലോളം തരി പൊന്നന്തിന തനി തഞ്ചാവൂര് പെട്ടന്തിന തങ്കം തെളിയണ പെട്ടു തിളങ്ങണ ചന്തം നിനക്കാടേ കണ്ടു കൊതിച്ചവർ ചെണ്ടും കൊണ്ടെങ്ങും പണ്ടു പണ്ടേ പാറക്കാടേ. എന്നിട്ട് സ്റ്റേഷനിൽ വിളിപ്പിച്ചു. ഇവളെന്റെ കൂടെ വരുവാന്ന് പറഞ്ഞു. അങ്ങനെ ഞങ്ങൾ ഒരുമിച്ച് വിട്ടു. ഈ എള്ളോളം തരി കല്യാണങ്ങൾക്കൊക്കെ വംശനാശം സംഭവിച്ചു എന്ന് വിചാരിച്ചിരിക്കുമ്പോഴാണ് കഴിഞ്ഞ ദിവസം ഇൻസ്റ്റാഗ്രാമിൽ ഒരു റീല് കാണുന്നത്. കണ്ടാൽ സ്കൂളിൽ പഠിക്കുന്ന പ്രായമുള്ള 2 പിള്ളേര് അമ്പലത്തിൽ പോയി കല്യാണം കഴിക്കുന്നു. എന്നിട്ട് ആ വേഷത്തിൽ തന്നെ ഡ്യൂക്ക് എടുത്ത് പറക്കുന്നു. ഈ റീല് കയറി അങ്ങ് വൈറലായി. അത് പിന്നെ ഉറപ്പാണല്ലോ. കാണാത്തവരുണ്ടെങ്കിൽ ഞാനൊന്ന് പ്ലേ ചെയ്യാം. എല്ലോളം തരി പൊന്നന്തിന തനി തഞ്ചാവൂര് പെട്ടന്തിന തങ്കം തെളിയണ പെട്ടു തിളങ്ങണ ചന്തം നിനക്കാടേ കണ്ടു കൊതിച്ചവർ ചെണ്ടും കൊണ്ടെങ്ങും പണ്ടു പണ്ടേ പാറക്കാടേ. എങ്ങനെയുണ്ട്? അടിപൊളിയല്ലേ? പെൺകുട്ടിയുടെ പേര് പൂജ എന്നാണ്. +2 പഠിക്കുന്നു. പയ്യന്റെ പേര് അമൽ. എന്തായാലും ഈ റീലിന് ശേഷം ഇവർ അപ്ലോഡ് ചെയ്ത വേറെ 2 റീലുകളും വൻ വൈറലായി. ചുരുക്കി പറഞ്ഞാൽ ഇവർ 2 പേരും ഇൻസ്റ്റാഗ്രാമിൽ ട്രെൻഡിങ് ആയി. അതോടെ മറ്റേ ടീംസ് മയക്കും പിടിച്ചിറങ്ങി. എന്തിനാ ഇവർ ഇന്റർവ്യൂ ചെയ്യാൻ? ആരെങ്കിലും ട്രെൻഡിങ് ആവുന്നുണ്ടോ വൈറലാവുന്നുണ്ടോ എന്ന് നോക്കി നടക്കുകയാണ് ഓൺലൈൻ മീഡിയക്കാർ. വന്ന് ഇന്റർവ്യൂകൾക്കൊന്നും യാതൊരു സ്റ്റാൻഡേർഡും ഇല്ലാണ്ടായി. പിന്നെ വലിയ വിഭാഗം ആളുകൾക്കും ഇതൊക്കെ കാണാനാണ് താല്പര്യം. അതുകൊണ്ട് മീഡിയക്കാരെ പറഞ്ഞിട്ടും കാര്യമില്ല. റീച്ച് കിട്ടണമെങ്കിൽ ഇങ്ങനെ ട്രെൻഡിങ് ആയവരെ പിടിച്ച് ഇന്റർവ്യൂ ചെയ്യണം. എന്തായാലും ഞാൻ നീട്ടി കൊണ്ടുപോകുന്നില്ല. നമുക്ക് ഇവരുടെ ഇന്റർവ്യൂ കണ്ടു തുടങ്ങാം. തന്നെയായിരുന്നു ഈ ഫസ്റ്റ് കണ്ടുമുട്ടിയ ഒരു നിമിഷം ഉണ്ടല്ലോ, അതെങ്ങനെയായിരുന്നു? പൂജയ്ക്ക് ഉള്ളൊരു വേഷം ഫസ്റ്റ് കണ്ടുമുട്ടിയപ്പോ എനിക്ക് ഒട്ടും ഇഷ്ടപ്പെട്ടില്ല. ഫസ്റ്റ് കണ്ടുപിടിച്ച ഭയങ്കര എന്താ പറയാ, ഭയങ്കര എന്നെ ഭയങ്കരമായിട്ട് ഉപദേശിക്കുകയൊക്കെ ചെയ്തു. അതൊന്നും എനിക്ക് ഇഷ്ടപ്പെട്ടില്ല. കേരട്ടായിട്ടാണോ? കേറേട്ടൊന്നല്ല, ഇച്ചിരി ദേഷ്യമൊക്കെ പെട്ടിട്ടൊക്കെയാ വന്നത്. അപ്പൊ അതൊന്നും എനിക്ക് ഇഷ്ടപ്പെട്ടില്ല. അപ്പൊ ഞാൻ വഴക്കൊക്കെ പറഞ്ഞു, തിരിച്ചങ്ങോട്ട് പോടാന്നൊക്കെ പറഞ്ഞു. ദേഷ്യപ്പെട്ടു. എനിക്ക് ഇഷ്ടപ്പെട്ടില്ല. ശരി, കൽപ്പന പറ്റിയ കാന്താരി തന്നെ. ഏട്ടാ ഇങ്ങോട്ട് ദേഷ്യപ്പെടുന്നു, മോളസ് തിരിച്ചു പോടാന്ന് പറയുന്നു. ആഹാ, മെയ്ഡ് ഫോർ ഈച്ച് അതർ തന്നെ. ഒന്നും പറയാനില്ല. ബാക്കി ഉണ്ടോക്കാം. അങ്ങനെ ഇയാൾ പിന്നെയും എന്നോട് സംസാരിക്കാൻ വേണ്ടിട്ട് വീണ്ടും ഇങ്ങനെ ഓരോന്നൊക്കെ പറഞ്ഞ് കണ്ടന്റ് ഉണ്ടാക്കി എന്റെ അടുത്തിട്ട് വന്നു. പക്ഷെ നിന്നും എടുത്തില്ല, പോയി. അവിടുന്ന് പോയി. പിന്നീടാണ് ചേച്ചിയുടെ കല്യാണത്തിന് കണ്ടത്. എത്ര ദിവസം കഴിഞ്ഞിട്ടാണ് കണ്ടത്? 2 മാസം കഴിഞ്ഞിട്ട്. 2 മാസം കഴിഞ്ഞിട്ട് ഡിസംബർ മാസമായിട്ടു. അവിടെ വെച്ച് ഫസ്റ്റ് ഇഷ്ടമാന്ന് പറഞ്ഞു കഴിഞ്ഞപ്പോഴത്തേനും ഇഷ്ടമാണ് അവിടെ വെച്ച് പറഞ്ഞില്ല. അവിടെ വെച്ച് ഞാൻ ചുമ്മാ ഒന്ന് ട്രൈ ചെയ്തതേ ഉള്ളൂ. കാരണം ഇഷ്ടപ്പെട്ടു, ട്രൈ ചെയ്യാൻ നോക്കി, അത്രേ ഉള്ളൂ. രണ്ടാമത് ഫുഡൊക്കെ കൊടുത്ത് പൈസ കൊടുത്തായിരുന്നു. അപ്പം അത് കുടിക്കാതെ എണീറ്റ് പോയപ്പോ ഞാൻ പറഞ്ഞു ഫുഡ് വേസ്റ്റ് ആക്കില്ലെന്നൊക്കെ പറഞ്ഞു. അങ്ങനെ കുറച്ച് കാര്യങ്ങളൊക്കെ പറഞ്ഞു. ശരി, പായസം വിത്ത് ഉപദേശം, അതായിരുന്നു ഏട്ടായുടെ സ്റ്റൈൽ. ഇങ്ങനെ എത്ര പായസം വിളമ്പിയ മനുഷ്യനാണ്. എന്തായാലും പെണ്ണിന് പായസം കൊടുത്ത് പ്രപ്പോസ് ചെയ്യുന്നൊക്കെ ആദ്യമായിട്ടാണ് കേൾക്കുന്നത്. സാധാരണ പൂവൊക്കെ കൊടുത്താണല്ലോ നമ്മൾ പ്രപ്പോസ് ചെയ്യാറ്. ഏട്ടായ ഒരു വെറൈറ്റി മനുഷ്യൻ തന്നെ. പക്ഷെ മോളൂസ് പായസം സ്വീകരിച്ചില്ല കേട്ടോ. എന്താ കാരണം എന്ന് അറിയണ്ടേ? വാ, മോളൂസ് തന്നെ പറഞ്ഞ കേട്ടോക്കാം. ഇഷ്ടപ്പെട്ട് തരുന്നല്ലേ, കഴിച്ചുകൂടായിരുന്നോ? അന്നേ മകൻ എനിക്ക് ഇഷ്ടപ്പെട്ടില്ല. പിന്നീട് ലുക്കിലല്ലോ കാര്യം എന്ന് മനസ്സിലായി. സ്നേഹം നിർത്തി അങ്ങ് അപമാനിക്കുവാണല്ലേ. പാവം, ആ പയ്യന്റെ മുഖം തന്നെ അങ്ങ് മാറിപ്പോയി. ലുക്കിലല്ലോ കാര്യം എന്നൊക്കെ. അങ്ങനെയൊന്നും ഒരാളുടെ മുഖത്ത് നോക്കി പറയരുത് എന്നാണ് എന്റെ അഭിപ്രായം. അല്ലെങ്കിൽ തന്നെ ഈ പയ്യൻ ഇഷ്ടം പോലെ ബോഡി ഷെയ്മിങ് നേരിടേണ്ടി വരുന്നുണ്ട്. ഇവരുടെ വൈറലായ റീൽസിനെ കമന്റ് ബോക്സ് എടുത്ത് നോക്കിയാൽ മനസ്സിലാകും. 1-2 കമന്റ്സ് ഞാൻ വായിച്ചു തരാം. നല്ല പെൺകുട്ടി, ചെറുക്കം വവ്വാല് ചപ്പിയ പോലെ ഇരിക്കുന്നു. കണ്ടല്ലോ, ഇതുപോലെ കുറച്ച് കമന്റ്സ് ഒക്കെ ഉണ്ട്. കണ്ണാപ്പ് വിളികളായിട്ട് കുറെ ആൾക്കാർ ഇറങ്ങിയിട്ടുണ്ട്. അതിന്റെ ഇടയിൽ കൂടെ ഈ പെൺകുട്ടിയും കൂടെ ലുക്കിലല്ലോ കാര്യം എന്നൊക്കെ പറഞ്ഞാൽ ഈ പയ്യന്റെ സകല കോൺഫിഡൻസും ചോർന്നു പോകാൻ സാധ്യതയുണ്ട്. എന്തായാലും ഇവരുടെ റീലുകൾക്ക് താഴെ നല്ല ഫണ്ണായിട്ടുള്ള കമന്റ്സും ഉണ്ട് കേട്ടോ. അത് വേറെ കാര്യം. ഒരു കമന്റ് ഞാൻ വായിച്ചുതരാം. അവര് പണില്ലേലും അവള് നോക്കും. 8ാം ക്ലാസ് വരെ അരി കൊടുക്കുന്നുണ്ടല്ലോ. ഇവർക്ക് 2 പേർക്കും പ്രായം നല്ലോണം കുറവാണ്. ആ പെണ്ണ് +1 കഴിഞ്ഞിട്ടേ ഉള്ളൂ. ഇപ്പൊ വെക്കേഷൻ ആണ്. പക്ഷെ വയസ്സ് 18 തികഞ്ഞു. അതുകൊണ്ടാണല്ലോ കല്യാണം നടന്നത്. പയ്യനും 20-21 വയസ്സൊക്കെ കാണുള്ളൂ. ജീവിതം എന്താണെന്ന് പോലും അറിഞ്ഞു തുടങ്ങിയിട്ടില്ലാത്ത ഈ ചെറിയ പ്രായത്തിൽ കല്യാണം കഴിക്കുക എന്നൊക്കെ പറഞ്ഞാൽ ഇതിനും വലിയ അബദ്ധം വേറെ ഇല്ല എന്നാണ് എന്റെ അഭിപ്രായം. എന്തായാലും ഇവരുടെ ഇന്റർവ്യൂവിനെ ബാക്കി കൂടി കണ്ടുനോക്കാം. ഈ ഇഷ്ടമല്ലാത്ത മുഖം ഇഷ്ടപ്പെട്ടെടുക്കാനായിട്ട് എന്തൊക്കെയായിരുന്നു കാര്യങ്ങൾ ചെയ്തത്? ഇഷ്ടപ്പെട്ടെടുക്കാൻ എന്തുവാ പറ്റി അന്വേഷിച്ചു. എനിക്ക് കിട്ടിയതൊക്കെ പോസിറ്റീവ് റിപ്ലൈ ആയതുകൊണ്ട്. പിന്നെ ഞങ്ങള് തമ്മിൽ പിന്നെ സംസാരിച്ചു. അപ്പോഴൊക്കെ എനിക്ക് ഓക്കെ ആയി. പിന്നെ ഞാൻ വിചാരിച്ചത് ഒരാളെ തന്നെ കിട്ടി എനിക്ക്. അങ്ങനെ. എന്തായിരുന്നു പൂജയുടെ ഒരു സ്വപ്നത്തിലെ ഭർത്താവ് എന്ന് പറഞ്ഞ? ആദ്യം എനിക്ക് ഹൈറ്റ് വേണമെന്നുണ്ടായിരുന്നു. അതിവിടെ ഉണ്ട്. പിന്നെ എന്താ, കളറ് പ്രശ്നമല്ലായിരുന്നു. പിന്നെ സ്നേഹിക്കാൻ നല്ലൊരു മനസ്സ് വേണമായിരുന്നു. അത് ഫസ്റ്റിലെ
എന്നോട് സംസാരിച്ച് ഇടപഴകിയപ്പോഴേ എനിക്ക് തോന്നി എനിക്കൊരു സേഫ് സോൺ ആയിരുന്നു ആള്. എന്തും തുറന്ന് പറയാം, എന്നെ അണ്ടർസ്റ്റാൻഡിങ് ചെയ്യും, എല്ലാം ചെയ്യുമായിരുന്നു. എനിക്ക് നല്ലൊരു കംഫർട്ടായിരുന്നു. ഇതെല്ലാം അറിഞ്ഞ് അന്വേഷിച്ചു. മോള് പറഞ്ഞതൊക്കെ നല്ല കാര്യങ്ങൾ തന്നെയാണ്. പക്ഷേ ഇതൊക്കെ തുടർന്ന് അങ്ങോട്ടും ഇതുപോലെയൊക്കെ തന്നെ ഉണ്ടായാൽ മതി. ഇതിപ്പോ പ്രണയിച്ചിരുന്ന സമയത്തെ കാര്യങ്ങളല്ലേ പൂജ പറഞ്ഞത്. ജീവിതം തുടങ്ങിയിട്ടല്ലേ ഉള്ളൂ. ഈ പറഞ്ഞ ക്വാളിറ്റിക്ക് തുടർന്നും ഉണ്ടാവുമെന്ന് വല്ല ഉറപ്പുണ്ടോ? നിങ്ങളുടെ ജീവിതത്തിൽ എന്തെങ്കിലും പ്രശ്നങ്ങൾ ഉണ്ടായി കഴിഞ്ഞാൽ എന്ത് ചെയ്യുമെന്ന് പൂജ ചിന്തിച്ചിട്ടുണ്ടോ? +2 തുടങ്ങുന്നേ ഉള്ളൂ എന്ന് ഓർക്കണം. എന്തിനായിരുന്നു കല്യാണം കഴിക്കാൻ ഇത്ര തിടുക്കം? ഒരു ജോലിയൊക്കെ ആവുന്നത് വരെ കാത്തു നിന്നൂടായിരുന്നു. രണ്ടുപേർക്കും അതിനുള്ള പ്രായമല്ലേ ആയിട്ടുള്ളൂ. ഇനി നിങ്ങൾക്കിടയിൽ എന്തെങ്കിലും പ്രശ്നം ഉണ്ടായാൽ പൂജയുടെ വീട്ടുകാർ പോലും കൂടെ ഉണ്ടാവുമെന്ന് ഉറപ്പില്ലല്ലോ. ഇവിടെ നിത്യേന നടക്കുന്ന സംഭവങ്ങളൊക്കെ നിങ്ങൾ കാണുന്നതല്ലേ. വായിക്കാൻ നോക്കാം. പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പണ്ട് ആൾക്കാർ പറയേ, പണ്ടൊക്കെ വെക്കേഷൻ ആയി കഴിഞ്ഞ് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പിള്ളേര് അമ്മ വീട്ടിൽ പോകും. ഇപ്പൊ പിള്ളേര് നേരെ തിരിച്ചാണ്, കല്യാണം കഴിക്കാനാണ് ഇൻട്രസ്റ്റ് കൂടുതൽ എന്ന് പറയണേ. അതിപ്പോ അങ്ങനെയാണോ നിങ്ങളുടെ കാര്യത്തിലും വന്നിരിക്കുന്നേ? അങ്ങനല്ല, ഇൻട്രസ്റ്റ് അങ്ങനെ കൂടിയിട്ടൊന്നും അല്ല. സാഹചര്യം അങ്ങനെ ആയതുകൊണ്ട് കൊണ്ടുവന്നു കഴിച്ചു, കല്യാണം കഴിച്ചു. ഈ സാഹചര്യം അങ്ങനെ ആയതുകൊണ്ട് കല്യാണം കഴിച്ചു എന്ന് പറഞ്ഞല്ലോ, എന്തായിരുന്നു അങ്ങനെ ഒരു സാഹചര്യം? അങ്ങനെ എന്റെ വീട്ടില് നല്ല സീനായിരുന്നു. ഈ റിലേഷന്റെ പേര് പ്രശ്നമായിരുന്നു. അപ്പം നല്ല പ്രശ്നമായിരുന്നു. ഞാൻ വരുന്നതിന്റെ ഒരാഴ്ച മുമ്പും അതിനെപ്പറ്റി കുറച്ച് നല്ല ഡാർക്ക് ആയിട്ട് സീനായിട്ട് നടന്നുകൊണ്ടിരിക്കുക. അപ്പൊ എനിക്ക് ഒട്ടും പിടിച്ചിരിക്കാൻ പറ്റാത്തൊരവസ്ഥയായി. പിന്നെ ഇപ്പം 3 വർഷം കൊണ്ട് ഇതൊക്കെ തന്നെ പ്രഷറും കാര്യങ്ങളും അങ്ങനെ കുറെ പ്രശ്നമുണ്ട്. അപ്പം അതും കൂടെ ആയപ്പോ എനിക്ക് ഇനി ഒട്ടും പിടിച്ചിരിക്കാൻ പറ്റാതായപ്പോ ഞാൻ ഇങ്ങനെ ഡിസിഷൻ എടുത്തത്. ഇനിയും വെയിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ എന്തോന്ന് അറിയത്തില്ല. അപ്പം കൂടെ കൂടെ ഉണ്ടെങ്കിൽ അത്ര നല്ലല്ലേ. ഇനി അത്ര നാളും വെയിറ്റ് ചെയ്ത് ഇനിയിപ്പോ എന്താവുന്നൊന്നും പറയാൻ പറ്റത്തില്ല. ഇനിയിപ്പോ വീട്ടിലെന്തോ കുറച്ച് നാൾ കൂടെ വെയിറ്റ് ചെയ്തിരുന്നെങ്കിൽ എന്ത് സംഭവിക്കാനാ? ഒന്നും സംഭവിക്കാൻ പോണില്ലായിരുന്നു. പൂജ എന്തായാലും വീട്ടുകാർ ഇത്ര ചെറുപ്പത്തിലെ കല്യാണം കഴിച്ച് വിടില്ല എന്ന് ഉറപ്പാണ്. അവൾക്ക് ഡോക്ടർ ആവാനാണ് ആഗ്രഹം എന്നാണ് ഇന്റർവ്യൂല് പറയുന്നത്. എന്തായാലും അവളുടെ വീട്ടുകാർ അവളെ നന്നായി പഠിപ്പിച്ചേനെ. ആ സമയം കൊണ്ട് അമലിന്റെ ലൈഫൊന്നും അമലിനെ സെറ്റാക്കി എടുക്കാമായിരുന്നു, കുറച്ച് പൈസ ഉണ്ടാക്കാമായിരുന്നു. എന്നിട്ട് പൂജയുടെ വീട്ടിൽ ചെന്ന് ധൈര്യമായി പെണ്ണ് ചോദിക്കാമായിരുന്നു. എന്റെ ഒരു കൂട്ടുകാരനുണ്ട്, അവൻ ഇതുപോലെ കോളേജിൽ ജൂനിയർ പെൺകുട്ടിയെ പ്രണയിച്ചു. അവർ പക്ഷേ കാസ്റ്റ് വ്യത്യാസം ഉണ്ടായിരുന്നു. പെൺകുട്ടി അപ്പർ കാസ്റ്റ് ആയിരുന്നു. എന്തായാലും കല്യാണം നടക്കില്ല എന്ന് അറിഞ്ഞപ്പോൾ അവൻ എന്താക്കി, നേരെ UK വിട്ടു. അവിടെ നല്ല ജോലിയൊക്കെ കിട്ടി പൈസ ഉണ്ടാക്കി വന്നതോടെ പെണ്ണിന്റെ വീട്ടുകാർക്ക് ഓക്കെ ആയി. കാശൊന്നും അപ്പൊ ഒരു പ്രശ്നമേ ആയില്ല. അമലിന് ഇങ്ങനെ ഒരു ഓപ്ഷൻ ഉണ്ടായിരുന്നു. ഇതിപ്പോ ഈ പ്രായത്തിൽ തന്നെ എടുത്താൽ പൊങ്ങാത്ത പ്രാരാബ്ദങ്ങളാണ് രണ്ടുപേരും കൂടി ഉണ്ടാക്കി വെച്ചേക്കുന്നത്. ജീവിതം തുടങ്ങിയിട്ടല്ലേ ഉള്ളൂ, വഴിയെ മനസ്സിലായിക്കോളൂ. ബാക്കി നോക്കാം. ഒരു പിറ്റേ ദിവസം കൊണ്ടുകൊടുത്തത്, ഒരു ദിവസം കഴിഞ്ഞിട്ടാണ് കൊണ്ടുകൊടുത്തത്. എന്നിട്ട് സ്റ്റേഷനിൽ വിളിപ്പിച്ചു, ഇവളെന്റെ കൂടെ വരുവാന്ന് പറഞ്ഞു. അങ്ങനെ ഞങ്ങൾ ഒരുമിച്ച് വിട്ടു. പോലീസ് സ്റ്റേഷനിൽ വന്നു കഴിഞ്ഞപ്പോ എങ്ങനെ സീമെല്ലാം ഉണ്ടായോ? വീട്ടിൽ നിന്ന് സീനൊന്നും ഇല്ലായിരുന്നു. അവർക്കറിയാലോ ഇത്രയും നാളായിട്ട് ഞാൻ പറഞ്ഞിട്ട് കേട്ടില്ല, ഇനി കേൾക്കത്തില്ലെന്നും അറിയാം. പിന്നെ അവരെന്തോ പറഞ്ഞ, പിന്നെ ഏജും ആയി. പിന്നെ ഇനി എന്നെ വിളിച്ചാലും ഞാൻ വരത്തില്ലെന്ന് അവർക്ക് 100% ഉറപ്പായിരുന്നു. പിന്നെ അവരൊന്നും പറഞ്ഞില്ല. അമ്മ പറഞ്ഞു അവളുടെ ഇഷ്ടം എന്താണോ അവൾ പോയിക്കോട്ടെ. അപ്പൊ തന്നെ നേരെ പോന്നു. അന്ന് തന്നെ നിങ്ങളുടെ കല്യാണം നടന്നല്ലോ. വീട്ടുകാർക്ക് ഇപ്പൊ വേറെ എന്താ ചെയ്യാൻ പറ്റാ? മകളെ മാക്സിമം പിന്തിരിപ്പിക്കാൻ അവർ ശ്രമിച്ചു, പക്ഷെ നടന്നില്ല. പിന്നെ ബലം പിടിച്ച് നിന്നിട്ട് അവസാനം മോള് വല്ല കടുങ്കൈ ചെയ്താലോ, അപ്പൊ കുറ്റം ഉയരം വീട്ടുകാർക്കാവും. അതിലും ഭേദം എവിടെയെങ്കിലും പോയി ജീവിക്കട്ടെ എന്ന് വിചാരിച്ച് കാണും. ബാക്കി നോക്കാം. അല്ലെങ്കിൽ നിങ്ങൾ ഒരാളെ പ്രേമിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ കെട്ടാമെന്നുള്ളതിന്റെ ഒരു സന്ദേശം കൊടുക്കുന്നുണ്ടോ? അങ്ങനെ ഒരു സന്ദേശം ഞങ്ങൾ കൊടുക്കുന്നില്ല. അത് തന്നെ, ആർക്കും ഇതൊരു ഇൻഫ്ലുവൻസ് ആയിട്ട് ഞങ്ങള് പറയുന്നില്ല. ഇത് ആരും എന്തോന്ന് പറയാൻ, ഞങ്ങളെപ്പോലെ ആവണം, അവരവരുടെ ഇഷ്ടം. ഞങ്ങൾ ആർക്കും ഒരു ഇതായിട്ട് ഒരു പ്രചോദനമായിട്ട് നിൽക്കുന്നില്ല. ശരി, അല്ലെങ്കിലും പ്രചോദനാക്കാനും മാതൃകാക്കാനും പറ്റിയ കാര്യങ്ങളാണല്ലോ നിങ്ങൾ ചെയ്തു വെച്ചേക്കുന്നത്. എന്നെ കൊണ്ടൊന്നും പറയിപ്പിക്കണ്ട, നല്ലപോലെ ജീവിച്ച് കണ്ടാ മതി, അത്രേ ഉള്ളൂ. ഈ പ്രായത്തിലുള്ള മറ്റു കുട്ടികളോട് എനിക്ക് പറയാനുള്ള എന്താണെന്ന് വെച്ചാൽ, ഇതൊന്നും കണ്ട ആരും തുള്ളാൻ നിൽക്കണ്ട. പഠിച്ചും കളിച്ചും നടക്കുന്ന പ്രായമാണ്, നല്ലോണം എൻജോയ് ചെയ്യാൻ നോക്ക് മക്കളെ. വിവാഹ ജീവിതം എന്നൊക്കെ പറഞ്ഞാൽ വേറെ തന്നെ ലെവലാണ്. ഈ റീൽസിൽ കാണുന്ന സുഖമൊന്നും റിയൽ ലൈഫിൽ ഉണ്ടാവില്ല, അത് ഓർത്താൽ നന്നായിരിക്കും. കൂടുതലൊന്നും ഞാൻ പറയുന്നില്ല, നിങ്ങൾക്ക് ചുറ്റുമുള്ള ആളുകളുടെ അനുഭവങ്ങൾ മാത്രം ഒന്ന് എടുത്തു നോക്കിയാൽ മതി. എന്താണെന്ന് കേട്ട് നിങ്ങൾക്ക് തോന്നുന്നത് താഴെ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുമല്ലോ. അടുത്തൊരു ടോപ്പിക്കുമായി വീണ്ടും കാണാം.